ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 3-ലെ ഒന്നാമത്തെ പാഠമാണ് വെള്ളപ്പൊക്കം എന്ന കവിത. ഇത് രചിച്ചിരിക്കുന്നത് NV കൃഷ്ണവാര്യർ. വെള്ളപ്പൊക്കമുണ്ടാകുന്ന സമയത്ത് ഒരു തോണിയും എടുത്തുകൊണ്ട് ആ വെള്ളപ്പൊക്കത്തിൽ ലോകം ചുറ്റിക്കറങ്ങണം എന്നുള്ള ഒരു ആശയമാണ് ഈ കവിതയിലുള്ളത്. നമുക്ക് ഈ കവിതയുടെ അർത്ഥവും ആശയവും ഒന്ന് നോക്കാം. ജലമേന്തിയോടിക്കിതച്ച മേഘം മലയിൽ തടഞ്ഞു കമിഴ്ന്നു വീണു. ജലമേന്തി എന്ന് പറഞ്ഞാൽ ജലവും വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജലം കൊണ്ട് വരുന്ന മേഘം, ക്ഷീണിച്ചു വരുന്ന മേഘം മലയുടെ മുകളിലെത്തിയപ്പോൾ മലയിൽ തടഞ്ഞു കമിഴ്ന്നു വീണു. മലയുടെ മുകളിലെത്തിയപ്പോൾ അത് മഴയായി പെയ്യാൻ തുടങ്ങി. മേഘം എന്തായി മാറി? മഴയായി മാറി. കൊടുമുടിക്കടിയിലെ കുരുളും കുടത്തിൻ്റെ ചടപട ശബ്ദങ്ങൾ കേൾപ്പതില്ലേ. അപ്പോൾ ആ മലയുടെ കൊടുമുടിയിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുളുന്ന കുടത്തിൻ്റേതുപോലെ ആ മലവെള്ളപ്പാച്ചിലിൻ്റെ ചടപട ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? തണ്ണീർ ചിതറിത്തെറിപ്പതു കാണുന്നതില്ലേ. തണ്ണീർ എന്ന് പറഞ്ഞാൽ വെള്ളം, ചിതറിത്തെറിപ്പതു കാണുന്നതില്ലേ എന്ന് പറഞ്ഞാൽ വെള്ളം ചിതറിത്തെറിക്കുന്നത് കാണുന്നില്ലേ. അടുത്ത വരി, പുഴയിൽ മലവെള്ളം പൊങ്ങി വന്നു, കരകൾ കവിഞ്ഞു, വയൽ നിറഞ്ഞു. പുഴയിൽ മലവെള്ളം പൊങ്ങി, കരകൾ കവിഞ്ഞു, വയൽ നിറഞ്ഞു. പടിയോളം വന്നെത്തി, വീടിൻ്റെ പടിയോളം വന്നെത്തി. തൊടിയിലും ചെന്നെത്തി, തൊടിയിലും വെള്ളമെത്തി. ഞൊടിയിലി മുറ്റത്തും ഓടിയെത്തും. ഞൊടിയിൽ എന്ന് പറഞ്ഞാൽ ഉടനെ, പെട്ടെന്ന് ഈ മുറ്റത്തും വെള്ളമെത്തും. വെള്ളമൊടുവിലി ഇറയത്തും ഏറിമെത്തും. അവസാനം വീടിൻ്റെ ഉമ്മറത്തും ഇറയത്തും വെള്ളം കയറി എത്തുമെന്നാണ് പറയുന്നത്. അടുത്ത വരി, ചെറുവഞ്ചി വേഗമിറക്കി വയ്ക്കൂ, കുറിയ നയമ്പും തിരഞ്ഞെടുക്കൂ. ചെറിയ ഒരു വഞ്ചി ഇറക്കി വെക്കൂ. കുറിയ എന്ന് പറഞ്ഞാൽ ചെറിയ, നയമ്പ് എന്ന് പറഞ്ഞാൽ തുഴ, തുഴയാനുള്ള സാധനം തുഴ, അതാണ് നയമ്പ്, അതും തിരഞ്ഞെടുക്കൂ. തൊടിയീന്നു വയലിലും, വയലീന്ന് പുഴയിലും, പുഴയീന്നു കടലിലും പോയി വരേണം. അപ്പോൾ ചെറിയ വഞ്ചിയിൽ ഈ നയമ്പ് ഉപയോഗിച്ച്, തുഴ ഉപയോഗിച്ച് തുഴഞ്ഞുകൊണ്ട് പിന്നെ തൊടിയിന്ന് വയലിലേക്ക് തുഴയണം, വയലിൽ നിന്ന് പുഴയിലേക്ക് തുഴയണം, പുഴയിൽ നിന്ന് കടലിലേക്ക് തുഴഞ്ഞു പോകണം. അങ്ങനെ പോകണമെന്നാണ് പറയുന്നത്. കയ്യും തുഴയുമായൊന്നു പൊരുതിടണം, കുതിരപോൽ വാശിത്തിമിർപ്പിനോടെ. അപ്പോൾ കയ്യും തുഴയും ഉപയോഗിച്ച് കുതിരയെ പോലെ ശക്തിയായി തുഴയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കുതികൊള്ളുമോടി വയലിലൂടെ, കരിനിറ വളനീരിലണിയും കൊണ്ടൊഴുതുവൻ കുമിളവൻ വിത്ത് വിതച്ചിടും ഞാൻ, തിരക്കളകൾ നെയ്മ്പാൽ കൊത്തി നീക്കിടും ഞാൻ. കുതികൊള്ളുമോടി വയലിലൂടെ എന്ന് പറഞ്ഞാൽ മറ്റേ വരിയുടെ ബാക്കിയാണ്. വയലിലൂടെ ഈ തോണി കൊണ്ട് കുതിച്ച് ഞാൻ പോകുമെന്നാണ് പറയുന്നത്. ഇനി കരിനിറ വളനീരിലണിയം കൊണ്ടെഴുതുവൻ കുമിളവൻ വിത്ത് വിതച്ചിടും ഞാൻ. കരിനിറ അതായത് കറുത്ത വെള്ളം, മലവെള്ളം മഴ പെയ്ത് കലങ്ങി മറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ കറുത്ത വെള്ളമായിട്ടുണ്ടാകും. ആ കറുത്ത വെള്ളത്തിൽ അണിയം എന്ന് പറഞ്ഞാൽ തോണിയുടെ തലപ്പ്, ഒരു ഭാഗത്തെയാണ് അണിയം എന്ന് പറയുന്നത്. അതായത് വള്ളത്തിൻ്റെ മുൻഭാഗത്തെയാണ് അണിയം എന്ന് പറയുക. തോണിയുടെ മുൻഭാഗമാണ് അണിയം. ആ കറുത്ത വെള്ളത്തിൽ തോണിയുടെ മുൻഭാഗം കൊണ്ട് ഉഴുതുകൊണ്ട് വൻ കുമിളവൻ വിത്ത് വിതച്ചിടും ഞാൻ. വലിയ കുമിളകൾ ഉണ്ടാക്കും ഞാൻ, വലിയ കുമിളകളാകുന്ന വിത്തുകൾ ഞാൻ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. തിരക്കളകൾ നെയ്മ്പാൽ കൊത്തി നീക്കിടും ഞാൻ. തിരക്കളകൾ എന്ന് പറഞ്ഞാൽ, കളകൾ നമുക്കറിയാം, ഈ കൃഷിയിലൊക്കെ ഉണ്ടാവുന്ന പാഴ്ചെടികളാണ് കളകൾ. അപ്പോൾ അതുപോലെ ഈ തിരയെ കവി കളകളോടാണ് ഉപമിക്കുന്നത്. തിരക്കളകൾ എന്ന് പറഞ്ഞാൽ വലിയ തിരകൾ, ഈ പാടത്തൊക്കെയുള്ള വെള്ളത്തിൻ്റെ തിരകൾ, പുഴയിലൊക്കെയുള്ള വെള്ളത്തിൻ്റെ തിരകൾ എന്ത് ചെയ്യും? നെയ്മ്പാൽ, ഈ തുഴ, നെയ്മ്പാൽ എന്ന് പറഞ്ഞാൽ ഈ തുഴ കൊണ്ട് കൊത്തി നീക്കിടും ഞാൻ. ഈ തുഴ ഉപയോഗിച്ച് വലിയ തിരകളെയൊക്കെ ഞാൻ കൊത്തി നീക്കിടുമെന്ന് പറഞ്ഞാൽ തുഴഞ്ഞു മാറ്റുമെന്നാണ് അർത്ഥം. അടുത്ത വരി, വയലും പുഴയും കടന്നു പോകാം, കടലിൽ പകർന്നു പോകാം. പഴയ കാലത്തു കൊളംബസ്സു പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം, നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. അപ്പോൾ വയലും പുഴയും കടന്ന് നമുക്ക് തുഴഞ്ഞു പോകണം. കടലിൽ പകർന്നു പോകാം, കടലിലൂടെ ഇങ്ങനെ പോകണം. പഴയ കാലത്ത് കൊളംബസ് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ, കൊളംബസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഒരു യാത്രക്കാരനാണ്. അദ്ദേഹമാണ്
അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം കണ്ടെത്തിയത്. ഇങ്ങനെ കടലിലൂടെ സഞ്ചരിച്ചിട്ട് ഈ അമേരിക്ക എന്ന് പറയുന്ന സ്ഥലമൊക്കെ കണ്ടെത്തിയത് ഈ കൊളംബസ് ആണ്. അപ്പോൾ അദ്ദേഹം പോയ പോലെ പോകണമെന്നാണ് കവി പറയുന്നത്. പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം. കൊളംബസ് കണ്ടെത്തിയതുപോലെ പുതിയ ലോകങ്ങൾ നമുക്ക് തിരഞ്ഞു പോകാം. നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. വാനവട്ടം എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങൾ. ചക്രവാളം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാനവട്ടം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കാഴ്ചയിൽ എന്ത് തോന്നും? ഭൂമിയും ആകാശവും ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോലെ തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ് നമ്മൾ ചക്രവാളങ്ങൾ എന്ന് പറയാം. നമുക്ക് നോക്കുമ്പോൾ മാത്രമേ അങ്ങനെ തോന്നുകയുള്ളൂ, ഭൂമിയും പിന്നെ ആകാശവും കൂട്ടിമുട്ടുന്നത് പോലെ. പക്ഷേ ശരിക്കും അങ്ങനെ കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ നമുക്ക് അങ്ങനെ തോന്നുന്ന സ്ഥലങ്ങളെയാണ് ചക്രവാളങ്ങൾ അല്ലെങ്കിൽ വാനവട്ടങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ കടലിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോയിട്ട് പുതിയ ചക്രവാളങ്ങളും പുതിയ ലോകവുമൊക്കെ പുതിയ പ്രദേശങ്ങളുമൊക്കെ കണ്ടെത്തണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, ഉലകിൻ പുലരിയിലീടിക്കൂടി ഉരുകാത്ത വെൺകുളിർ മഞ്ഞുമൂടി. ഉലകിൻ പുലരിയിലീടിക്കൂടി ഉരുകാത്ത വെൺകുളിർ മഞ്ഞുമൂടി. അതായത് ഈ ലോകത്തിലൂടെ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലേക്ക് പോകണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഉരുകാത്ത വെൺകുളിർ മഞ്ഞു തേടി ഉറച്ചു നിൽക്കുന്ന തണുപ്പുള്ള മഞ്ഞു പ്രദേശത്തേക്ക് പോകണം. ധ്രുവദീപ്തി തുള്ളിക്കളിക്കുന്നതായൊരു. ധ്രുവദീപ്തി എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശത്ത് ഭൂമിയുടെ 2 അഗ്രഭാഗങ്ങളിൽ, അതായത് മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും, ആ ഭാഗങ്ങളെയാണ് ധ്രുവപ്രദേശം എന്ന് പറയുന്നത്. ആ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലേക്ക് തുഴഞ്ഞു പോകണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ധ്രുവദീപ്തി തുള്ളിക്കളിക്കുന്നതായൊരു. അവിടെ എന്തുണ്ട്? ധ്രുവദീപ്തി, നല്ല ഒരു ചെറിയ ധ്രുവദീപ്തി. ആ ധ്രുവപ്രദേശത്തിൽ ഒരു പ്രകാശമുണ്ട്. ദീപ്തി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രകാശമുണ്ട്. ധ്രുവദീപ്തി തുള്ളിക്കളിക്കുന്നതായൊരു നവലോകമേറെ വടക്കുണ്ടത്രേ. വടക്കു ഭാഗത്ത് എന്തുണ്ട്? അങ്ങനെ ഒരു പുതിയ ലോകമുണ്ട്. ധ്രുവദീപ്തിയുള്ള ഒരു പുതിയ ലോകം വടക്കു ഭാഗത്തുണ്ടത്രേ. അതൊക്കെ കാണാൻ പോകണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. മിന്നും ധ്രുവനതിൽ നേരെ മുകളിലത്രേ. ആ പ്രദേശത്ത് എന്തുണ്ട്? ആകാശത്ത് ഒരു ധ്രുവനുണ്ട്, ഒരു തിളങ്ങുന്ന നക്ഷത്രം അവിടെയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ധ്രുവപ്രദേശത്തിൻ്റെ മുകളിലായിട്ട് ഒരു തിളങ്ങുന്ന നക്ഷത്രം ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊക്കെ കാണാൻ ഈ വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞു പോകണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്ത വരി, അകളങ്ക രസ്കിമോ പിള്ളേർ ചെമ്മേ അവിടെ പ്രതീക്ഷിച്ചിരിപ്പൂ നമ്മെ. നല്ലവരായ, അകളങ്ക എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത, നല്ലവരായ. എസ്കിമോ എന്ന് പറഞ്ഞാൽ ഈ തണുത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എസ്കിമോകൾ. അതായത് ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എസ്കിമോകൾ. അകളങ്ക എസ്കിമോ പിള്ളേർ ചെമ്മേ അവിടെ പ്രതീക്ഷിച്ചിരിപ്പൂ നമ്മെ. അപ്പോൾ ആ ധ്രുവപ്രദേശം നമ്മളെ കാത്ത് ആരിയ്ക്കുന്നുണ്ട്? ഈ എസ്കിമോ പിള്ളേർ, തണുത്ത പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. നല്ല കുട്ടികളാണ് അവർ. അതിദൂരമാമേതോ ജന്മത്തിൽ കളികളിൽ അവരുറ്റ കൂട്ടുകാരായിരുന്നു. തമ്മിൽ അകലെയായിട്ടെത്ര നാൾ കഴിഞ്ഞു. അപ്പോൾ അതിദൂരമായ ഏതോ ജന്മത്തിൽ, വളരെ മുമ്പുള്ള ഒരു ജന്മത്തിൽ കളികളിൽ അവരുറ്റ നമ്മുടെ ഉറ്റ കൂട്ടുകാരായിരുന്നു ആ എസ്കിമോ കുട്ടികളും. വളരെ കാലം മുമ്പുള്ള ജന്മങ്ങളിലൊക്കെ ആ കുട്ടികളും നമ്മളൊക്കെ ഉറ്റ കൂട്ടുകാരായിരുന്നു. അടുത്തത്, തമ്മിൽ അകലെയായിട്ട് എത്ര നാൾ കഴിഞ്ഞു. നമ്മൾ വേർപെട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാൾ കഴിഞ്ഞു, അഥവാ ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം. തോണി തുഴഞ്ഞ് ധ്രുവപ്രദേശത്ത് പോയിട്ട് അവിടെയുള്ള എസ്കിമോ കുട്ടികളെയൊക്കെ കാണണം. കാരണം നമ്മൾ പഴയ കാലത്ത് ഒരുമിച്ച് ജനിച്ചവരായിരുന്നു, ഒരുമിച്ച് കളിച്ചവരായിരുന്നു എന്നൊക്കെയാണ് കവി ഭാവനയിൽ പറയുന്നത്. അടുത്തത്, 60 നാഴിക നിന്നു പെയ്യും നറുനിലാവത്തു നാം നൃത്തം ചെയ്യും. 60 നാഴിക നിന്നു പെയ്യും. 60 നാഴിക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. 60 നാഴിക നിന്നു പെയ്യും നറുനിലാവത്തു നാം നൃത്തം ചെയ്യും. അപ്പോൾ നിലാവത്ത് നാം നൃത്തം ചെയ്യുമെന്നൊക്കെയാണ് കവി ഉദ്ദേശിക്കുന്നത്. ഉരുളറ്റ നായ്വണ്ടിയേറി നീൾ കുന്തമാർ നുറുകാത്ത മഞ്ഞിൽ പുതഞ്ഞുറങ്ങും വെള്ളക്കരടി വേട്ടയ്ക്കു മുതിർന്നിറങ്ങും. ഉരുളറ്റ നായ്വണ്ടിയേറി, നായകൾ വലിക്കുന്ന വണ്ടിയിൽ കയറി
നീൾ കുന്തമാർ നുരുകാത്ത മഞ്ഞിൽ പുതഞ്ഞുറങ്ങും. നീളമുള്ള കുന്തം കൊണ്ട് ഉരുകാത്ത മഞ്ഞിൽ പുതഞ്ഞുറങ്ങുന്ന വെള്ളക്കരടിയെ നമ്മൾ വേട്ടയാടാൻ മുതിർന്നിറങ്ങും എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ പോകും. അപ്പോൾ നായകൾ വലിക്കുന്ന വണ്ടിയിൽ കയറിയിട്ട് നീളമുള്ള കുന്തം ഉപയോഗിച്ച് മഞ്ഞിൽ പുതച്ചുറങ്ങുന്ന വെള്ളക്കരടിയെ, മഞ്ഞു പ്രദേശത്ത് താമസിക്കുന്ന വെള്ളക്കരടിയെ വേട്ടയാടാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടു പോകുമെന്നാണ് ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, തിരകളുറഞ്ഞതിൻ കീഴിൽ മേവും നരയണി സീൽമീൻ തിരഞ്ഞു പോകും. തിരകളുറഞ്ഞതിൽ കീഴിൽ മേവും. മേവും എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന, മേവുന്ന എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന. അപ്പോൾ തിരകൾ ഉറഞ്ഞതിൽ കീഴിൽ മേവും നരയണി സീൽമീൻ തിരഞ്ഞു പോകും. അപ്പോൾ കടലിലെ തിരകളൊക്കെ മഞ്ഞായിട്ടുണ്ട്. ആ മഞ്ഞിനടിയിലുള്ള സീല്, ആ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഒരു ജീവിയാണ് സീൽ എന്ന് പറയുന്ന ജീവി. അതിൻ്റെ ആഹാരം മത്സ്യങ്ങളാണ്. അപ്പോൾ ആ സീല് എന്ത് ചെയ്യും? ആ ധ്രുവപ്രദേശത്തുള്ള സീല് വെള്ളത്തിനടിയിലൂടെ, മഞ്ഞിൻ്റെ അടിയിലുള്ള വെള്ളത്തിലൂടെ മീനൊക്കെ തിരഞ്ഞു പോകും. കരളിലെ ചോരത്തൻ കുഞ്ഞിനെ യൂട്ടുന്ന പരമാർത്ഥി പെൻകിനെ പാർത്തു തങ്ങും. അപ്പോൾ കരളിലെ ചോരത്തൻ കുഞ്ഞിനെ യൂട്ടുന്ന, അപ്പോൾ കുഞ്ഞിനെ പാല് കൊടുക്കുന്ന പെൻകിനെയും കാണുകയും അവിടെ താമസിക്കുകയും ചെയ്യും. മഞ്ഞു തറയിൽ മാന്തോല് പുതച്ചുറങ്ങും. അപ്പോൾ മഞ്ഞിൻ്റെ തറയിൽ, നിലത്ത്, മഞ്ഞുള്ള നിലത്ത് എന്തു ചെയ്യും? മാന്തോല്, മാനിൻ്റെ തോല് പുതച്ച് ഉറങ്ങും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അടുത്ത വരി, ഉടനയൻ വഞ്ചി ഇറക്കി വയ്ക്കൂ ഞൊടിയിൽ തുഴയുമെടുത്തു നൽകൂ. അപ്പോൾ എൻ്റെ വഞ്ചി റെഡിയാക്കൂ, എൻ്റെ തുഴയും റെഡിയാക്കൂ. ധൃതിയിൽ പുറപ്പെട്ടു പോകായിൽ മലവെള്ളം അതിനൂടെ പാട്ടിനു പോകുമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ വഞ്ചിയുമായി പോയിട്ടില്ല എങ്കിൽ ഈ മലയിൽ നിന്ന് കുത്തിയൊഴിച്ച് മലവെള്ളമായി വന്ന വെള്ളപ്പൊക്കമൊക്കെ അതിൻ്റെ പാട്ടിന് പോകും. അത് വെള്ളം താഴ്ന്നു പോകും. അപ്പോൾ വെള്ളം താഴുന്നതിന് മുമ്പ് എനിക്ക് വഞ്ചിയുമായി പോകണം. യാത്ര അതിനോട് കൂടി കഴിയുമല്ലോ. അപ്പോൾ മലവെള്ളം താഴുന്നതിന് മുമ്പ്, ഈ വെള്ളപ്പൊക്കം താഴുന്നതിന് മുമ്പ് വഞ്ചിയുമായി പോയിട്ടില്ല എങ്കിൽ യാത്ര അതിനോട് കൂടി കഴിയുമല്ലോ. അതോടുകൂടി യാത്ര കഴിയും, പിന്നെ യാത്ര പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കവിത രചിച്ചിരിക്കുന്നത് NV കൃഷ്ണവാര്യർ. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത്, മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അതിലൊരു വഞ്ചിയുമായിട്ട് നമ്മൾ പോകുകയും അങ്ങനെ പോയിട്ട് ധ്രുവപ്രദേശത്ത്, മഞ്ഞ് മൂടിയ പ്രദേശത്ത് പോയി അവിടെയുള്ള കാഴ്ചകൾ കാണുകയും കരടിയെ വേട്ടയാടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം. ഒന്നാമതായി, വായിക്കാം, കണ്ടെത്താം. ചോദ്യം 1, കവിതയിൽ മഴയുടെ വരവ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം, ജലവുമായി ഓടിക്കിതച്ചാണ് മേഘം വരുന്നത്. ആ മേഘം മലയിൽ തടഞ്ഞു കമിഴ്ന്ന് വീണു എന്ന് പറയുന്നു. അപ്പോൾ മലയുടെ മുകളിലെത്തിയപ്പോൾ മേഘം പെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ മലയുടെ മുകളിൽ നിന്ന് കൊടുമുടിയുടെ അടിവാരത്തിലേക്ക്, താഴ്ഭാഗത്തേക്ക് ഉരുണ്ടു വീഴുന്ന കുടത്തിൻ്റെ ശബ്ദം പോലെ മലവെള്ളം ഉരുണ്ടു വരുന്നു. ആ വരുന്ന സമയത്ത് തന്നെ കുടത്തിൽ നിന്ന് വെള്ളം ചിതറി തെറിക്കുന്നത് പോലെ മലവെള്ളം 4 പാടും ചിന്നി ചിതറി തെറിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പുഴയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്, കര കവിഞ്ഞു, വയലിലേക്കൊക്കെ വെള്ളം കയറി, തൊടിയിലേക്ക് വെള്ളം കയറി, പറമ്പിലേക്കും മുറ്റത്തേക്കും വീടിനകത്തേക്കുമൊക്കെ വെള്ളം കയറാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, തോണി യാത്ര കൊളംബസിൻ്റെ യാത്ര പോലെയായിരിക്കുമെന്ന് കവി കരുതുന്നത് എന്തുകൊണ്ടാവാം? അപ്പോൾ തോണിയിൽ പോകുമ്പോൾ കൊളംബസിൻ്റെ യാത്ര, കൊളംബസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കൊളംബസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഒരു സമുദ്ര സഞ്ചാരിയാണ്. അദ്ദേഹമാണ് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം അല്ലെങ്കിൽ വലിയ ഒരു പ്രദേശം കണ്ടെത്തിയത് അദ്ദേഹമാണ്. അതുവരെ ആരും അമേരിക്ക എന്ന് പറയുന്ന പ്രദേശം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കവിയും ഈ എഴുതിയ കവിയും ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പോയ പോലെ തോണിയും എടുത്ത് പോയിട്ട് ഇതുവരെ ആരും കാണാത്ത പ്രദേശങ്ങളൊക്കെ എനിക്ക് കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം,
തോണിയാത്രക്കിടയിൽ കവി കാണുന്ന കാഴ്ചകളിലെ എന്തൊക്കെ കൗതുകങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചത്? അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ തോണിയാത്രയിൽ കവി പങ്കുവെച്ച കാഴ്ചകളിലെ എന്തൊക്കെയാണ് നിങ്ങളെ ആകർഷിച്ചത്? അപ്പം നമ്മൾ എന്തൊക്കെ ആകർഷിച്ചിട്ടുണ്ട്? കവി എങ്ങോട്ട് പോകുന്നു? ധ്രുവ പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ മുഴുവനായി മഞ്ഞ് മൂടിയ പ്രദേശങ്ങളാണ്. അവിടെ താമസിക്കുന്നത് എസ്കിമോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. അവിടെ കുട്ടികളുണ്ട്. പിന്നെ അവിടെ എന്തുണ്ട്? ധ്രുവദീപ്തി, നല്ല ഒരു പ്രകാശമുണ്ട്. മാത്രമല്ല ആ ധ്രുവദീപ്തിയുടെ ഭാഗത്ത് തന്നെ ആകാശത്ത് എന്തുണ്ട്? ധ്രുവ നക്ഷത്രമുണ്ട്. ഒരു നല്ല തിളങ്ങുന്ന നക്ഷത്രമുണ്ട്. മാത്രമല്ല അവിടെ ധ്രുവ കരടികളെ ഉണ്ട്. അതുപോലെ നായ്ക്കുട്ടികൾ വലിക്കുന്ന ചക്രങ്ങളുള്ള വണ്ടികളുണ്ട്. അതുപോലെ കടൽ സീലുണ്ട്, മീനിനെ പിടിക്കുന്ന മൃഗമായ സീലുണ്ട്. അതുപോലെ പെൻഗിനിനെ കാണാം, കുട്ടിക്ക് പാല് കൊടുക്കുന്ന പെൻഗിനിനെ കാണാം. പിന്നെ അങ്ങനെ പലതും നമ്മളെ ആകർഷിച്ച കാഴ്ചകളാണ്. ഇനി അടുത്ത ചോദ്യം, പ്രയോഗ ഭംഗി കണ്ടെത്താം. പീലിയിലെ കണ്ണ് എന്നതിനെ പീലിക്കണ്ണ് എന്ന് ചേർത്ത് പറയാം. ഇതുപോലുള്ള പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കൂ. ഇതുപോലെയുള്ള പ്രയോഗങ്ങളാണ്. അപ്പോൾ പീലിയിലെ കണ്ണ് എന്നതുപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കരിനിറ വളനീര്. കരിനിറം എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ള വളയുടെ നിറമുള്ള നീര്. അതായത് മലവെള്ളം കുത്തിയൊലിച്ച് വെള്ളം തെളിഞ്ഞ വെള്ളമല്ല, എന്തായിട്ടുണ്ട്? കറുത്ത വള പോലെയുള്ള വളയുടെ നിറമായി വെള്ളം മാറിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കാനാണ് കരിനിറ വളനീര്. കറുത്ത നിറമുള്ള വള പോലെയുള്ള നീര്, ആ വളയുടെ നിറമുള്ള നീര്, കറുത്ത വളയുടെ നിറമുള്ള നീര് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രയോഗമാണ് മലവെള്ളം. മലവെള്ളം എന്ന് പറഞ്ഞാൽ മലയിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്ന വെള്ളം. അതുപോലെ വെൺകുളിർ മഞ്ഞ്, അതുപോലെ വെൺവിത്ത്, അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കവിതയ്ക്ക് ഒരു ഈണവും താളവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറിയ വാക്കിൽ കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് കവിത പാരായണം ചെയ്യുന്ന ആൾക്ക് സുന്ദരമായി കവിത പാരായണം ചെയ്യാനൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ ഉള്ളത് കൊണ്ട് സാധിക്കുന്നു. അടുത്ത ചോദ്യം, പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം നമ്മൾ, പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. പുതിയ ലോകങ്ങൾ, പുതുവാന വട്ടം എന്നീ പ്രയോഗങ്ങൾ യാത്രയ്ക്കു നൽകുന്ന അർത്ഥതലങ്ങൾ എന്തെല്ലാമാണ്? പുതിയ ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും കാണാത്ത പ്രദേശങ്ങളും സ്ഥലങ്ങളും, അതാണ് ഇവിടെ പുതിയ ലോകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും ചെന്നെത്തിപ്പെടാത്ത പ്രദേശങ്ങളും നാടുകളും ഒക്കെ ഇങ്ങനെ യാത്ര പോയി കാണാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പുതുവാന വട്ടങ്ങൾ, വാനവട്ടം എന്ന് പറഞ്ഞാൽ ചക്രവാളം. ചക്രവാളം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഭൂമിയും ആകാശവും കൂട്ടിമുട്ടുന്ന പോലെ നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളാണ് ചക്രവാളങ്ങൾ. അപ്പോൾ അറ്റമില്ലാതെ കിടക്കുന്ന പ്രദേശമായിരിക്കും അത്, അതാണ് ചക്രവാളങ്ങൾ. ആ ചക്രവാളങ്ങളൊക്കെ തേടിപ്പോകാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയും ആകാശവും ഒക്കെ കൂട്ടിമുട്ടുന്നത് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ഭൂമിയുടെ അറ്റം വരെ പോകാമെന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഈ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. അതായത് ഭൂമിയും ആകാശവും ഒക്കെ അവസാനിക്കുന്നത് വരെ യാത്ര ചെയ്യാമെന്നുള്ള ഒരു ആശയമാണ് ഇവിടെ തരുന്നത്. ഇനി അടുത്ത ചോദ്യം, കവിതാ പഠനം. വെള്ളപ്പൊക്കം എന്ന കവിതയുമായി ബന്ധിപ്പിക്കാവുന്ന ആശയമേഖലയെ ഇങ്ങനെ പട്ടികപ്പെടുത്താം: സാഹസിക യാത്ര, അപരിചിത ലോകങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, പ്രകൃതിയോടിണങ്ങിയ നിഷ്കളങ്ക ജീവിതത്തോടുള്ള താല്പര്യം. അതുപോലെ ഉള്ള ആശയങ്ങൾ വികസിപ്പിച്ച് ഈ കവിതയെക്കുറിച്ച് നിങ്ങളൊരു പഠനം തയ്യാറാക്കുക. കവിതയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ട്? സാഹസിക യാത്രയുണ്ട്. അതായത് വളരെ സാഹസിക യാത്ര എന്നാൽ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് ധൈര്യം വേണം ഈ യാത്രക്ക്. സാഹസിക യാത്ര ചെയ്യാൻ എന്താണ്? ധൈര്യം വേണം. അപ്പോൾ ഈ തോണിയുമായി ഈ വെള്ളത്തിൽ ഇങ്ങനെ കടലിലൂടെയൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം. അപ്പോൾ ഈ കവിത ഒരു സാഹസിക യാത്രയെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് കവിത സൂചിപ്പിക്കുന്നത് അപരിചിത ലോകങ്ങളെക്കുറിച്ച്, നമുക്കറിയാത്ത ലോകം. അപരിചിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, അതാണ്. മൂന്നാമതായി പ്രകൃതിയോടിണങ്ങിയ നിഷ്കളങ്ക ജീവിതത്തോടുള്ള താല്പര്യം, അതായത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട്
പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കാനുള്ള ഒരു താല്പര്യവും ഈ കവിതയിലൂടെ കാണുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഓരോ പ്രദേശത്തേക്ക് പോവുകയും അവിടെയുള്ള ആളുകളുമായി ഇടപഴകുകയും അവിടെയുള്ള പ്രകൃതിയുമായി ഇടപഴകുകയും അങ്ങനെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കണമെന്നും ഈ കവിതയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ കവിതയിൽ നിങ്ങൾ ശരിക്കും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഈ കവിതയെക്കുറിച്ച് ഒരു പഠനം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ കവിതയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പഠനം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഈ കവിതയിൽ കവി പറയുന്നത് മലവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഒരു വഞ്ചിയുമായി വെള്ളത്തിലൂടെ, പുഴയിലൂടെയും കടലിലൂടെയും ഒക്കെ സഞ്ചരിക്കണമെന്നാണ് കവി പറയുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് അറിവുകളും ഒരുപാട് നാടുകളുമൊക്കെ കാണണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പഠനം എഴുതുമ്പോൾ എഴുതേണ്ടത്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ സ്വയം എഴുതി തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.